മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി ഇങ്ങനെ പറയും, എടുക്കേണ്ടവർ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് ശാന്തമായി ഉറങ്ങിക്കോളും എന്നിങ്ങനെ പറയണേ. അത് കേൾക്കുമ്പോൾ ലേഖയ്ക്ക് ചെറിയൊരു വിഷമം വരികയാണ് കേട്ടോ. അതിനുശേഷം ജാനി അമ്മ അടുക്കളയിൽ പോയിട്ട് പാല് കലക്കണം കേട്ടോ. കൊച്ചിന് പാല് കലക്കുമ്പോൾ തന്നെ ആ പൊടി എടുക്കണം ജാനമ്മ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് ആ പൊടി എടുക്കണം കേട്ടോ. ആ പൊടി എടുത്തതിന് ശേഷം ജാനമ്മ ആലോചിക്കുകയാണ്, ഇത് കലക്കണോ, പാവം കുഞ്ഞാണ്, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ മകൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. നിങ്ങൾ ആ പാല് കലക്കിയിട്ടില്ലെങ്കിൽ, ഞാൻ തന്ന ഈ പൊടി ആ പാലിൽ കലക്കിയിട്ടില്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ കുറച്ച് വിഷം വാങ്ങി കൊണ്ടുവന്നാൽ മതി, ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞത് ഓർമ്മ വരികയാണ് കേട്ടോ. പിന്നീട് രണ്ടും കൽപ്പിച്ച് ജാനമ്മ ആ പാല് കലക്കുകയാണ്. ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ലേഖ വരികയാണ്. ലേഖയെ കണ്ടതും ജാനമ്മ ആകെ പകച്ചു പോകുകയാണ് കേട്ടോ. പക്ഷേ ലേഖ പറയും, ആദ്യമായിട്ടാണ് കുഞ്ഞ് പാല് കുടിക്കുന്നത്, മാറിക്കൊടുക്കുന്നത്, അതുകൊണ്ട് നേർപ്പിച്ച് കൊടുത്താൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടപ്പോൾ ജാനമ്മയ്ക്കൊരു ആശ്വാസമാണ് കേട്ടോ. അതിനുശേഷം ജാനമ്മ പറയും, മോൾക്കാണോ കുഴപ്പം അതോ അനന്തൂനാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എനിക്കാണ് കുഴപ്പം എന്നിങ്ങനെ പറയണം കേട്ടോ. സാരമില്ല മോളെ, മോൾക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും എന്നിങ്ങനെ പറയണം. ഈ കുഞ്ഞിനെ എന്തായാലും പാൽപ്പൊടി ഒരുപാട് കലക്കണ്ടതിന്, കൂടുതൽ കാലം കുഞ്ഞിവിടെ ഉണ്ടായില്ല, ഏതായാലും കുഞ്ഞിനെ ഓണത്തിന് കൊണ്ടുപോകുമെന്നൊക്കെ ലേഖ പറയണം കേട്ടോ. അതേസമയം ജാനമ്മ ലേഖയോട് ഇങ്ങനെ കുശലം ചോദിക്കുകയാണ്. ഏതായാലും ശരി മോളെ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു സ്വാർത്ഥത ഉണ്ടാകും, അത് എത്രയാണെങ്കിലും ശരി എന്നിങ്ങനെ പറയുമ്പോൾ ലേഖ പറയും, ഇല്ല ഒരിക്കലും അവർ അങ്ങനെ ചെയ്യില്ല, കാരണം മഹിക്ക് ഇങ്ങനെ കുഞ്ഞ് ആ വിശേഷം ആയപ്പോൾ തുടങ്ങി ഞാനാണ് അവൾക്ക് കൂട്ടു നിന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഒരിക്കലും അവർ ഞങ്ങളോട് അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ആ പാല് കലക്കിയ കുപ്പിയായിട്ട് ലേഖ പോവുകയാണ് കേട്ടോ. പിന്നീട് കരുണയും ഉണ്ണിയും കൂടിയിട്ട് ഇറങ്ങി വരികയാണ്. വീൽ ചെയറും മുന്തിയിട്ട് കരുണ വരുമ്പോൾ ദുർഗ പറയും, ആ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അവിടെയും കൂടി നിങ്ങളെ എടുക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോവുകയാണ്, അവിടെയും കൂടി എടുക്കില്ല എന്ന് പറയണ്. അതേസമയം കണ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. കണ്ണൻ വന്നിട്ട് പറയും, നീ അവിടെ പോയിട്ടെങ്കിലും നിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്താൻ നോക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. നീ സ്വയം ജീവിക്കാൻ പഠിക്കുക, ആദ്യം നിൻ്റെ കാല് ശരിയായി കഴിഞ്ഞാൽ നിനക്കൊരു ജോലിക്ക് പോയിട്ട് നീ സ്വയം കുടുംബം നോക്കണം, അല്ലാതെ എന്നും എൻ്റെ കീഴിലിരിക്കുക, ഞാൻ ചിലവിന് തരും എന്ന് നീ വിചാരിക്കേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ നിനക്ക് കാല് ശരിയായി കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും എന്നെയും മഹിയെ ഉപദ്രവിക്കണം എന്നങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നീ ഇപ്പോൾ ഒരു കാലേ നിൻ്റെ മാർക്കോ തല്ലി ഒടിച്ചിട്ടുള്ളൂ, പക്ഷേ ആജീവനാന്തം നീ വീൽ ചെയറിലാവും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ ഒന്നിനുമില്ല, ഞങ്ങളുടെ പാടായിട്ട് ജീവിക്കുകയാണ് എന്നിങ്ങനെ പറയും. നീ അങ്ങനെ പറയണ്ടടി എന്ന് ദുർഗ പറയണ്ടോ. എനിക്ക് ഇവനോട് ഒരു തരി സ്നേഹം പോലും ഇല്ല, കാരണം എന്താണെന്നറിയോ, നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട എന്ന് ഞാൻ ഇവനോട് പറഞ്ഞതാണ്. ഇവൻ്റെ അച്ഛനോട് ഇവൻ ഒരു തരി പോലും സ്നേഹമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇവൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയുടെ മോളാണ് നീ, നിന്നെ അവനെ എന്നിങ്ങോട്ട് കൊണ്ടുവന്നോ അന്നത്തോടു കൂടി എനിക്ക് ഇവനോട് ദേഷ്യമാണ്, അതേപോലെ തന്നെയാണ് നിന്നോടും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ഉണ്ണി പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാനില്ല, ഞങ്ങളുടേതായ രീതിയിൽ ജീവിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കൊണ്ടുപോ തോമസ് വൈദ്യരും കൂടി ഉപേക്ഷിക്കും എന്നിങ്ങനെ പറയണ്. തോമസ് വൈദ്യരി അവിടെ നല്ല ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ടാണ് ആ സ്ഥാപനം നടത്തുന്നത്, അതുകൊണ്ട് നീ പോയിട്ട് നല്ല രീതിയിലും നല്ല സ്വഭാവത്തിലും അവിടെ നിന്ന് മടങ്ങി വരാൻ ശ്രമിക്കുക, അല്ലാതെ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നീ ചെയ്യേണ്ടത് എന്നിങ്ങനെ കണ്ണൻ ഉണ്ണിയോട് പറയണം കേട്ടോ. പിന്നീട് കരുണയും ഉണ്ണിയും കൂടി അവിടേക്ക് പോകുമ്പോൾ അവിടെ പ്രതാപ് അങ്ങനെ കാത്തു നിൽക്കണം കേട്ടോ. അതേസമയം കരുണയും ഉണ്ണിയും കൂടി ഇറങ്ങിയതും തന്നെ പ്രതാപൻ അങ്ങോട്ട് പോയി പറയും, ആ ജയിലിൽ പോയിട്ട് നീ ഏട്ടന് പണി കൊടുത്തതല്ലേ, നിനക്ക് ഈ ഇങ്ങനെ വീൽ ചെയറിലായത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഏതായാലും അവിടെ വന്നിട്ട് കാണാൻ പറ്റില്ല, നിൻ്റെ അമ്മ എന്തായാലും വെറുതെ വിടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കാണാൻ വന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയും, നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നിങ്ങൾ എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പ്രതാപൻ പറയണ്ട, അങ്ങനെ പറയണ്ടടാ, നിൻ്റെ അമ്മാനച്ഛനാണ് നിനക്ക് എന്തെങ്കിലും വയ്യായി വന്നു കഴിഞ്ഞാൽ എൻ്റെ മോള് വേണം നോക്കാൻ എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം തന്നെ അച്ഛൻ്റെ മരണമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, അതിന് ഉത്തരവാദി നിങ്ങൾ ഒറ്റൊരുത്തനാണ് എന്നിങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വാമദേവൻ മേഘനയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആ നല്ല സമയം, എല്ലാവരും വന്നല്ലോ, ഏതായാലും നീ ജയിലിൽ പോയിട്ട് ഇവന് ഓതി കൊടുത്തില്ലേ, അതുകൊണ്ടാണ് ഏട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്തതിനാണ് ഇവന് കിട്ടിയ ശിക്ഷ കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വാമദേവൻ ഇങ്ങനെ പറയും, മോളെ എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് ഒഴിവാക്കി ഒത്തുതീർപ്പാക്കുക എന്ന് ചോദിക്കും. കരുണ പറയും, ഞാനല്ല അത് പറയേണ്ടത്, ആദ്യം പോയിട്ട്
കണ്ണേട്ടനോട് പോയി ചോദിക്കുക, അങ്ങേരാണ് അത് തീരുമാനിക്കേണ്ടത് എന്ന് പറയും കേട്ടോ. ആ സമയത്ത് ഉണ്ണി പറയും, ഒരിക്കലും ഒത്തുതീർപ്പാക്കില്ല. കാരണം എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളികൾക്ക് തൂക്കുകയർ തന്നെ കിട്ടണം, അതാണ് എനിക്ക് വേണ്ടത് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കും പ്രതാപൻ പറയും, എടാ ഞാൻ നിൻ്റെ അമ്മാനപ്പനാണ്, നീ എനിക്കും കൂടിയിട്ടാണല്ലേ വെക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. നീ വെറുതെ അല്ല അങ്ങനെ ആയത് എന്ന് പറയണം. അതിനുശേഷം അവർ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. വാമദേവൻ മേഘനോട് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ ഈ നാശങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, എങ്കിലും ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപൻ മേഘനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ, എടാ നീയൊന്ന് ശരിയായിരുന്നതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു, എന്ത് ചെയ്യാം, ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹിയും കൂടിയിട്ട് കുഞ്ഞിന് പാല് കൊടുക്കണം കേട്ടോ. അതിനുശേഷം കണ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ്. കണ്ണനെ കണ്ടതും അനന്തുവിനോട് കണ്ണൻ ചോദിക്കും, എടാ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകണ്ടേ, ഇന്നലെ രാത്രി മുഴുവൻ കരയുകയാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം തന്നെ ലേഖയും മഹിയും കൂടിയിട്ട് ഇറങ്ങി വരും കേട്ടോ. അയ്യേ കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പമില്ല, കുഞ്ഞ് പാലൊക്കെ കൊടുത്ത് ജാനമ്മ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേ നോക്കണ്ട, അവർ തന്നെ നോക്കണം, എങ്കിലേ കുഞ്ഞിനത് പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ലേഖയ്ക്ക് നീരസം വരികയാണ് കേട്ടോ. അതെന്താ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞത്, ഞാനപ്പം നോക്കുന്നത് ശരിയല്ല എന്നാണല്ലോ കണ്ണേട്ടൻ പറഞ്ഞത് എന്നിങ്ങനെ പറയും. അല്ലടി, കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരുപാട് പ്രായം അവർക്കാണ് അതിൻ്റേതായ പരിചയം, അതുകൊണ്ടാണ് അവരെ ഞാൻ കൊണ്ടുവന്നത്. അവരാണെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നോക്കിയും പരിചയമുണ്ടല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. മഹിയുടെ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറഞ്ഞതാണ് ഞാൻ, അവരൊക്കെ വയസ്സായവരല്ലേ, അവർക്ക് പരിചയം കൂടുതലാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേപോലെ തന്നെ അനന്തും അങ്ങനെ പറയുകയാണ്. അതിനുശേഷം മഹിയും കണ്ണനും കൂടി മേലോട്ട് പോകുമ്പോൾ അനന്തുവിനോട് ലേഖ ചോദിക്കും, എന്തിനാ ജാനമ്മ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ആ സ്ത്രീ ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞാനാണ് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, കാരണം ഓണത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അതുവരെ അത് ചെയ്യാലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അനന്തു ലേഖ വഴക്ക് പറയണം, ലേഖ നീ ഒന്ന് മനസ്സിലാക്ക്, അവരുടെ കുഞ്ഞാണ്, നീ ഇങ്ങനെ ആയാൽ ശരിയാവില്ല, നമ്മൾക്കൊരു പരിധിയുണ്ട്, അവരായത് കാരണമാണ് നമ്മളെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ലേഖയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് കേട്ടോ. പിന്നീട് ജാനമ്മ പാൽപാത്രം കുപ്പിയും എല്ലാം കഴുകുമ്പോൾ തന്നെ മകൻ വിളിക്കുകയാണ് കേട്ടോ. മകൻ വിളിക്കുമ്പോൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ, എടാ ഞാൻ പറഞ്ഞത് ചെയ്തു, ആ രണ്ടമ്മമാരുടെ കരച്ചിൽ എനിക്ക് കാണാൻ സഹിക്കില്ല, മഹാപാപം ചെയ്തു ഞാൻ എന്നിങ്ങനെ പറയണേ. നിങ്ങൾ എന്ത് മഹാപാപം ചെയ്തു എന്നാണ് പറയുന്നത്, നിങ്ങൾ എന്ത് മഹാഭാവം ചെയ്തു എന്നാണ് പറയുന്നത്, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആദ്യം നിങ്ങളുടെ കുടുംബം നോക്കി അത് മാത്രം ചെയ്താൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. പക്ഷെ ജാനമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്, കാരണം ഇങ്ങനെയൊക്കെ ചെയ്തതിൽ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. ഏതായാലും ശരി, ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ കുഞ്ഞിനെ ഒരുപാട് തവണ കൊല്ലാൻ നോക്കുകയാണ്, പക്ഷെ നമുക്ക് തന്നെ ഇങ്ങനെ കൊല്ലുമ്പോൾ ഈ സീരിയലിനോട് തന്നെ ഒരു ബോറ് തോന്നുകയാണ് അല്ലേ. ഏതായാലും ഇനി മഹിയുടെ കുഞ്ഞിനെ കൊല്ലാൻ ആരും വരില്ല, ഇത് അവസാനത്തെ കൊല്ലലായിരിക്കും കേട്ടോ.